നമസ്കാരം. എല്ലാ പഠിതാക്കൾക്കും എക്സലൻസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ പാർട്ട് 1 ഒരു ഇൻട്രഡക്ഷനാണ് കൊടുത്തത്. ഇത് നമ്മൾ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് എന്ന ഇഗ്നോയുടെ പുസ്തകത്തിലെ ഒന്നാമത്തെ ബ്ലോക്കിൽ ഒന്നാമത്തെ യൂണിറ്റായ ഇൻട്രഡക്ഷൻ ടു പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര് ഇൻട്രഡക്ഷൻ ടു സോഷ്യൽ വർക്ക് കൺസെപ്റ്റ് എന്നാണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിന് 5 ടോപ്പിക്കുകളുണ്ട്. ഇതൊക്കെ ഓർത്തിരിക്കണം. കാരണം BSW കഴിഞ്ഞ് ആ പാഠഭാഗങ്ങളെക്കുറിച്ച് ആഴത്തിൽ സംസാരിക്കുവാനും പഠിക്കുവാനും ഒക്കെ കഴിയണമെങ്കിൽ ഇതിൽ എന്താണ് ഓരോ യൂണിറ്റിലുള്ള ടോപ്പിക് എന്ന് നമ്മൾ മനസ്സിലാക്കി പോകണം. ഓരോ യൂണിറ്റുകളും ഓരോ മുൻ അധ്യായങ്ങളുടെ തുടർച്ചയാണ്. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ചാരിറ്റി, വോളണ്ടറി ആക്ഷൻ, ശ്രമദാൻ, സോഷ്യൽ മൂവ്മെന്റ് ആൻഡ് സോഷ്യൽ റിഫോം, സോഷ്യൽ നെറ്റ്വർക്ക് എന്നീ കണ്ടന്റുകളാണ്. ഇതിൽ ആദ്യത്തേതാണ് ചാരിറ്റി. എന്താണ് ചാരിറ്റി എന്ന് നമ്മൾ പഠിക്കുകയാണ്. ഒരു സോഷ്യൽ വർക്ക് പഠിക്കുന്ന, സോഷ്യൽ വർക്കിൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ BSW എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഈ സോഷ്യൽ വർക്ക് എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ചാരിറ്റി, അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ചാരിറ്റി. വാട്ട് ഈസ് ചാരിറ്റി? തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യമായിട്ടാണ്. വാട്ട് ഈസ് ചാരിറ്റി? എന്താണ് ചാരിറ്റി? Charity refers to voluntary selfless acts of kindness and generosity aimed at helping those in need without expecting anything in return എന്നാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് അതിൻ്റെ ഡെഫിനേഷൻ? അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. നമുക്കൊക്കെ അറിയാം ചാരിറ്റി എന്താണ്. നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരുപക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് ചാരിറ്റി. പ്രതിഫലേച്ഛയില്ലാതെ നമ്മൾ ഒരാൾക്ക് ഒരു സഹായം കൊടുക്കുന്നതിനെയാണ് ചാരിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ദേവാലയങ്ങളിൽ പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ദാരിദ്ര്യാവസ്ഥയിലാണ്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാറുണ്ട്. ചിലർ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, പണം കൊടുക്കാറുണ്ട്. ഇതൊക്കെ ചാരിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചല്ല ഈ ചെയ്യുന്നത്. ഒരിക്കലും അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? നമ്മുടെ അധ്വാനത്തിന്റെ ഒരു വിഹിതമാണ് നമ്മളത് കൊടുക്കുന്നത്. ഇതിന് ഇസ്ലാം മത വിശ്വാസികൾ സക്കാത്ത് എന്ന് പറയാറില്ല. അതേപോലെ തന്നെ ക്രൈസ്തവ മതത്തിലുള്ള, ഹിന്ദു മതത്തിലുള്ളവര്, ഇവരൊക്കെ എന്താണ് ഇത്തരം ദാനധർമ്മങ്ങള് എല്ലാ മതങ്ങളും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സ്തോത്രക്കാഴ്ച പോലെയാണ് ക്രിസ്ത്യൻ സമൂഹം, ക്രിസ്ത്യൻ സഹോദരങ്ങള് ഈ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്. ഹൈന്ദവ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ എന്താണ് മാധവ സേവ എന്ന ആപ്തവാക്യത്തിൽ ഊന്നിയാണ് നമ്മൾ ഓരോന്നും ചെയ്തു പോകുന്നത്. 16-ാം നൂറ്റാണ്ടിൽ 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ശ്രീ ബസവേശ്വരൻ, ഇദ്ദേഹം എന്താ ഒരു സിദ്ധാന്തം തന്നെ കൊണ്ടുവന്നു. കായിക അധ്വാനിക്കുക, ദശോക വിതരണം ചെയ്യുക. താൻ അധ്വാനിക്കുന്നതിന്റെ ഒരു പങ്ക് സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി നീക്കിവെക്കണമെന്ന ചിന്തയിലാണ് ഈ കായിക ദശോക. ഇതെല്ലാം ചാരിറ്റിയുടെ ഭാഗമാണ്. അപ്പൊ നമുക്ക് ഈ ചാരിറ്റിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ ഓടിയെത്തുന്നത് നമ്മുടെയൊക്കെ വീടുകളിലും അതിൻ്റെ ചുറ്റിലും ഒക്കെ വന്ന് പിരിവെടുക്കുന്ന, ചാരിറ്റിയുടെ പേരിൽ പിരിവെടുക്കുന്നവരെ കാണാം. അത്തരം വിയർപ്പിന്റെ അസുഖമുള്ളവരെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. വിനോബാജി ചാരിറ്റിയുടെ ഭാഗമാണ്. മദർ തെരേസ, അതേപോലെ ദയാബായി, ഇവരൊക്കെ ജീവകാരുണ്യ പ്രവർത്തനമാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ചാരിറ്റി. കാരണം അവരൊന്നും പ്രതീക്ഷിച്ചല്ല, അവര് അതിൽ നിന്ന് ഉപജീവന മാർഗം കണ്ടെത്തുന്നില്ല.
ഇത് നമ്മൾ കാണുന്ന പല ചാരിറ്റി പ്രവർത്തകരും പല ജീവകാരുണ്യ പ്രവർത്തകരും എന്താണ്, അതിൽ നിന്ന് അവർ ഉപജീവന മാർഗം കണ്ടെത്തുകയാണ്, എന്നിട്ട് തുച്ഛമായി എന്തെങ്കിലും ഈ പാവങ്ങൾക്ക് കൊടുക്കുക. ഇത് ഒരിക്കലും ചാരിറ്റി അല്ല. അപ്പോൾ വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം, അങ്ങനെ എന്തും നമുക്ക് ചാരിറ്റിയുടെ ഭാഗമായി കാണാം. ഈ ചാരിറ്റിക്ക് ഒരു പോരായ്മയുണ്ട്. എന്താണ്? ഒരു വ്യക്തിയുടെ ദാരിദ്ര്യാവസ്ഥയ്ക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമാണ് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. വിശപ്പുള്ള അല്ലെങ്കിൽ ആഹാര പദാർത്ഥങ്ങൾ ഒന്നുമില്ല, യാതൊന്നുമില്ല, മരുന്നില്ല, ഔഷധങ്ങൾ വാങ്ങിക്കുവാനുള്ള പണമില്ലാത്ത ഒരു കുടുംബത്തിലേക്ക് നമ്മൾ ഒരു ഭക്ഷണ കിറ്റ് കൊണ്ടു കൊടുത്തു. താൽക്കാലികമാണത്. താൽക്കാലികമായി മാത്രമേ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയൂ. ഇത് ചാരിറ്റിയുടെ ഒരു വലിയ പോരായ്മയാണ്. നമ്മൾ സോഷ്യൽ വർക്ക് പഠിക്കുന്നവർ അത് പ്രത്യേകിച്ച് ചിന്തിക്കുക. അത്തരമൊരു താൽക്കാലികമായ പ്രശ്നങ്ങളെ മാത്രം കണ്ടുകൊണ്ടല്ല നമ്മൾ ചെയ്യേണ്ടത്. സ്ഥായിയായ ഒരു മാറ്റം വേണം. അതാണ് സാമൂഹിക പ്രവർത്തനം. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലായി, ചാരിറ്റിയും സാമൂഹ്യ പ്രവർത്തനവും, അതായത് ചാരിറ്റിയും സോഷ്യൽ വർക്കും രണ്ടും രണ്ടാണ്. സോഷ്യൽ വർക്കിൽ ഉൾപ്പെടുന്നത്, അതായത് സാമൂഹ്യ പ്രവർത്തനത്തിൽ ഉൾപ്പെടുന്ന ഇതെന്താണ്, ട്രെയിനിങ്ങുകൾ കൊടുക്കും. നമ്മുടെ നാട്ടിലെ വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന, ഇപ്പോൾ അതിദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്ന കുടുംബങ്ങളെ സർക്കാർ ഏറ്റെടുത്തു. അവർക്ക് എന്താ സർക്കാർ ചെയ്യുന്ന? തൊഴിൽ വാങ്ങിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ, അപ്പോൾ ആ കുട്ടികളെ നമ്മൾ പണ്ട് എന്ത് ചെയ്യുമായിരുന്നു? തയ്യൽ പരിശീലനം നടത്തുമായിരുന്നു. ഇന്ന് എന്ത് ചെയ്യും? കമ്പ്യൂട്ടർ പരിശീലനം നടത്തി കൊടുക്കും. ഇങ്ങനെ അവർക്ക് ആവശ്യമായ വൊക്കേഷണൽ ട്രെയിനിങ് നൽകി അവരെ ജോലിക്ക് പ്രാപ്തമാക്കി ആ കുടുംബത്തിന്റെ ദാരിദ്ര്യാവസ്ഥയെ മാറ്റിയെടുക്കുന്നു. ഇതാണ് സോഷ്യൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സാമൂഹ്യ പ്രവർത്തനവും സോഷ്യൽ വർക്കും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ ഇവിടെ ഈ ടോപ്പിക്കിൽ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു സോഷ്യൽ വർക്ക് പഠിച്ചിട്ട് നമ്മൾ ഫീൽഡിലേക്ക് വരുമ്പോൾ, നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ദാരിദ്ര്യാവസ്ഥ എന്തുകൊണ്ട് വന്നു, അത് എങ്ങനെ പരിഹരിക്കാം എന്നതാണ്. എങ്കിലേ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ കഴിയും. ചാരിറ്റി എന്ന് പറയുന്ന ഈ ടോപ്പിക്കിൽ പ്രധാനമായും ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ളവർ എക്സലൻ്റ് അക്കാഡമിയുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ അവർക്കത് അയച്ച് നൽകുന്നതാണ്. ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുമെന്ന് കരുതുന്നു. ഈ വീഡിയോ കൂടുതൽ ഈ പാഠഭാഗങ്ങളെക്കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി മാക്സിമം ഇത് ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് മറ്റു സുഹൃത്തുക്കൾ, ഇത് കാണുന്ന മറ്റു സുഹൃത്തുക്കളുണ്ട്, അവർക്ക് ആവശ്യമായ ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള വീഡിയോയും നോട്ട്സും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.